ചെറുപ്രായത്തിലുണ്ടാകുന്ന ദുരനുഭവങ്ങൾ വിഷാദ രോഗത്തിലേക്ക് നമ്മളെ തള്ളിവിടാൻ പ്രാപ്തിയുള്ള കാര്യങ്ങളാണ്. ശാരീരികമായ ദുരനുഭവങ്ങളായാലും മാനസികമായ ദുരനുഭവങ്ങളായാലും അവഗണനകളായാലും പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ വെച്ച് അവഹേളിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളായാലും മാതാപിതാക്കളുടെ സ്നേഹം ലഭിക്കാതെ വന്നതായാലും ഇതൊക്കെ ഈ ഏർലി അഡ്വേഴ്സ് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ്, ചെറുപ്രായത്തിലുണ്ടാകുന്ന വേദനാജനകമായ അനുഭവങ്ങൾ, ഇതൊക്കെ ഒരു വ്യക്തിയുടെ വിഷാദരോഗ സാധ്യത വർദ്ധിപ്പിക്കുന്ന സംഗതികളാണ്. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ലേൺഡ് ഹെൽപ്ലെസ്നെസ് അല്ലെങ്കിൽ പഠിച്ചെടുക്കപ്പെട്ട നിസ്സഹായാവസ്ഥ എന്നൊരു സംഗതി മനഃശാസ്ത്രത്തിൽ പറയാറുണ്ട്. ഈ ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയുന്ന ആ പദപ്രയോഗം മുന്നോട്ട് വെച്ചത് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ്റെയൊക്കെ അധ്യക്ഷനായിരുന്ന മാർട്ടിൻ സെലിഗ്മാൻ എന്ന് പറഞ്ഞൊരു മനഃശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം രസകരമായൊരു പരീക്ഷണം നടത്തുകയുണ്ടായി. 2 മെറ്റാലിക് കൂടുകളിൽ പട്ടിക്കുഞ്ഞുങ്ങളെ ഉപയോഗിച്ച് അദ്ദേഹം 2 മെറ്റാലിക് കൂടുകൾ സജ്ജീകരിച്ചു. ആദ്യത്തെ മെറ്റാലിക് കൂടിൻ്റെ ഭിത്തിയിൽ ഒരു ചുമന്ന സ്വിച്ച് ഉണ്ടായിരുന്നു. രണ്ടാമത്തെ കൂടിൻ്റെ ഭിത്തിയിൽ അത്തരം ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ കൂടിൻ്റെ വാതിൽ തുറന്ന് 2 പട്ടിക്കുട്ടികളെ, ഓരോ കൂട്ടിലും ഓരോ പട്ടിക്കുട്ടിയെ വീതം മാർട്ടിൻ സെലിഗ്മാൻ കയറ്റി കതകിൻ്റെ കൊളുത്തിട്ടു. എന്നിട്ട് നേരിയ തോതിലുള്ള ഒരു ഇലക്ട്രിക് കറണ്ട്, ഒരു വൈദ്യുതി ഈ 2 മെറ്റാലിക് കൂട്ടിലൂടെയും പ്രസരിപ്പിച്ചു. മെറ്റാലിക് കൂട്ടിനുള്ളിലൂടെ വൈദ്യുതി പ്രസരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അസ്വസ്ഥത തോന്നും, പട്ടികൾ ഓടി നടക്കും. ആദ്യത്തെ കൂട്ടിലുള്ള പട്ടി 2-3 പ്രാവശ്യം ഇങ്ങനെ ഓടി. അതിനിടയിൽ യാദൃച്ഛികമായി ആ പട്ടിയുടെ മൂക്ക് ആ ചുമന്ന സ്വിച്ചിലൊന്ന് തട്ടി. ആ ചുമന്ന സ്വിച്ചിൽ തട്ടിയതോടുകൂടി, അത് അണഞ്ഞതോടുകൂടി വൈദ്യുതി പ്രസരണം നിലച്ചു. അപ്പോൾ പട്ടി ഒരു പാഠം പഠിച്ചു. അടുത്ത തവണ കറണ്ട് പ്രസരിക്കുന്ന സമയത്ത് വേറെ ആശയക്കുഴപ്പമൊന്നുമില്ലാതെ നേരെ പോയി ആ സ്വിച്ച് അങ്ങ് അണച്ചു. അതോടുകൂടി കറണ്ട് നിൽക്കുകയും ചെയ്തു. എന്നാൽ രണ്ടാമത്തെ കൂട്ടിൽ നിർഭാഗ്യവശാൽ അത്തരത്തിലുള്ള സ്വിച്ച് ഇല്ല. ആ കൂട്ടിൽ കിടക്കുന്ന പട്ടി ഓരോ പ്രാവശ്യം കറണ്ട് വരുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കിടന്നോടി, എല്ലാ തരത്തിലും പരാക്രമം കാണിച്ചു. എന്തൊക്കെ ചെയ്തിട്ടും ഈ കറണ്ട് ഇല്ലാതാകുന്നില്ല. ഒരു 5-6 പ്രാവശ്യം ഈ പരീക്ഷണം ആവർത്തിച്ചതിന് ശേഷം 7ാമത്തെ തവണയായപ്പോൾ പട്ടിക്ക് മനസ്സിലായി, ഞാൻ എന്തൊക്കെ ചെയ്താലും ഇത് ഇല്ലാതെയാകുന്നില്ല. അതോടുകൂടി ഈ വൈദ്യുതി പ്രസരണം തുടങ്ങിയപ്പോൾ തന്നെ പട്ടി ചുരുണ്ടുകൂടി ആ കൂട്ടിൻ്റെ മൂലയിലേക്ക് കടന്നു. ഇതെൻ്റെ വിധിയാണ്, ഞാനിത് സഹിച്ചോളാം, ഞാൻ എന്ത് ചെയ്താലും ഇത് മാറില്ല എന്ന ശരീരഭാഷ അവലംബിച്ചുകൊണ്ട് ആ കൂട്ടിൻ്റെ മൂലയിലേക്ക് ആ പട്ടി കടന്നു. ഒരു പ്രാവശ്യം കൂടി ഈ പരീക്ഷണം ആവർത്തിച്ച ശേഷം സെലിഗ്മാൻ ആദ്യത്തെ കൂട് തുറന്ന് അതിലെ പട്ടിയെ മോചിപ്പിച്ചു. 2ാമത്തെ കൂട് തുറന്ന് അതിൽ കിടന്ന പട്ടിയെ എടുത്ത് ആദ്യത്തെ കൂട്ടിലേക്ക് കയറ്റി കതകടച്ചു. വീണ്ടും ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്തു. നമുക്കറിയാം, ഇപ്പോൾ ആദ്യത്തെ കൂട്ടിൽ കിടക്കുന്നത് ഇതുവരെ 2ാമത്തെ കൂട്ടിൽ കിടന്ന പട്ടിയാണ്. ആദ്യത്തെ കൂടിൻ്റെ സവിശേഷത നമുക്കറിയാം, ഒരു ചുമന്ന സ്വിച്ച് ഉണ്ട്, അത് അണച്ചു കഴിഞ്ഞാൽ ആ കറണ്ട് ഇല്ലാതാവും. പക്ഷേ ഈ പട്ടി എന്ത് ചെയ്ത് കാണും? കറണ്ട് പാസ് ചെയ്തപ്പോൾ തല ഉയർത്തി നോക്കിയാൽ ഒരു സ്വിച്ച് കാണും. ആദ്യത്തെ കൂട്ടിൽ അതില്ലായിരുന്നു എന്ന് പട്ടിക്ക് ബോധ്യപ്പെടും. അവിടെ എന്തെങ്കിലും ഒന്ന് സ്പർശിക്കാൻ ശ്രമിച്ച് നോക്കിയേക്കും. പക്ഷേ തല പോലും ഉയർത്താതെ ആ പട്ടി നമ്രശിരസ്കനായിട്ട് ഇങ്ങനെ ചുരുണ്ടുകൂടി അവിടെ കിടക്കുകയാണ്. രക്ഷപ്പെടാനൊരു സാഹചര്യം ഉണ്ടായിട്ട് പോലും അതിനെക്കുറിച്ച് തിരിച്ചറിയാൻ കഴിയാതെ ഒരു നിസ്സഹായാവസ്ഥയിലേക്ക് ആ പട്ടി എത്തിച്ചേർന്നതിൻ്റെ കാരണം അതിന് മുൻകാലത്തുണ്ടായ ദുരനുഭവങ്ങളാണ്. ഈ 2ാമത്തെ കൂട്ടിൽ കിടന്നപ്പോൾ എന്തൊക്കെ ചെയ്തിട്ടും ആ ഇലക്ട്രിക് കറണ്ട് മാറാതായപ്പോൾ പട്ടി ഒരു പാഠം പഠിച്ചത്, എൻ്റെ വിധി മാറ്റാൻ ഞാനായിട്ടൊന്നും ചെയ്തിട്ട് നിവർത്തിയില്ല, അതിനെ അങ്ങ് സഹിക്കുക എന്നുള്ളതേ നിവർത്തിയുള്ളൂ. അപ്പോൾ ഇത്തരം അനുഭവങ്ങളിലൂടെ ഇതിനെ മനുഷ്യജീവിതവുമായിട്ട് നമുക്കൊന്ന് താരതമ്യം ചെയ്യാം. കുട്ടിക്കാലത്ത് നിരന്തരം ദുരനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തിക്ക് അതിജീവനശേഷി കുറഞ്ഞെന്നിരിക്കും. ചിലപ്പോൾ ഒരു രക്ഷപ്പെടാൻ കഴിയുന്നൊരു സാഹചര്യത്തിൽ കൊണ്ട് സ്ഥാപിച്ചു കഴിഞ്ഞാൽ പോലും പരിശ്രമിക്കാൻ കഴിയാത്ത വിധമുള്ള ഒരു നിസ്സഹായ മാനസികാവസ്ഥയിലേക്ക് ആ വ്യക്തി പോയെന്നിരിക്കാം. ഇതൊക്കെ ഇതിൻ്റെ പുറകിലുള്ള മാനസികമായ ഘടകങ്ങളാണ്.